അതെ, ഇന്നൊന്ന് പുറത്തു പോയി ഭക്ഷണം കഴിച്ചാലോ? നാട്ടിലെ ഭക്ഷണമൊന്നും ഇവിടെ കിട്ടില്ല, എന്നാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പുറത്തു പോയി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്താഘോഷം. നമ്മുടെ സ്കൂളിനടുത്ത് 2-3 റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് റൈനോ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. നമ്മൾ നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ റൈനോയിലേക്ക്. പക്ഷേ നടക്കാനുള്ള മടി കാരണം നമ്മൾ ടംടമിലാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഈ ടംടം ഓടിക്കുന്ന ചേട്ടൻ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനിടയിലാണ് ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ കുറച്ച് നാൾ കേരളത്തിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന്. കുറച്ച് നാളെന്ന് പറയാൻ 7-8 വർഷത്തോളം കേരളത്തിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് കുറച്ച് മലയാളമൊക്കെ ചേട്ടൻ ഇടയ്ക്ക് പറയുന്നുണ്ട്. അങ്ങനെ ചേട്ടനെ സംസാരിച്ച കൂട്ടത്തിൽ ചേട്ടൻ ദോശയുടെയും ഇഡ്ഡലിയുടെയും സാമ്പാറിൻ്റെയും വിശേഷമൊക്കെ ഞങ്ങളോട് പറയാൻ തുടങ്ങി. ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ ദോശയുടെയും ഇഡ്ഡലിയുടെയും സാമ്പാറിൻ്റെയും ഒന്നും കാര്യം ഇപ്പോൾ പറയല്ലേ, ഞങ്ങളതൊക്കെ അങ്ങ് മറന്നിരിക്കുവാണേ. ഇവിടെ ഇതൊന്നും കിട്ടത്തില്ലെന്ന് ചേട്ടനും അറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴിയിലൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാമല്ലോ അല്ലേ? പിന്നെ ഇവിടുത്തെ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ഇവർ വീടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ എപ്പോഴും വരുന്ന സ്ഥലമാണല്ലോ. അപ്പം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇവരുടെ വീടൊക്കെ എപ്പോഴും നശിച്ചു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഇവർ വീടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ ഒരുപാട് മുടക്കാറില്ലാത്തത്. കൂടുതലും പാടമാണ് കേട്ടോ. ആൾക്കാരൊക്കെ വളരെ കുറവാണ്, ജനസാന്ദ്രത കുറവാണെന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ സംസാരിച്ച് നേരം പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ചുകൂടെ കാണുള്ളൂ റൈനോ റെസ്റ്റോറൻറ്റിലേക്ക്. ഒരു മിനിറ്റ് യാത്ര പോലും കാണില്ല എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ ടോംടം ചേട്ടൻ പറയുന്നത് ചേട്ടന് ഇനിയും കേരളത്തിൽ വരണമെന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൈനോ റെസ്റ്റോറൻറ്റിലെത്തി കേട്ടോ. അങ്ങനെ ചേട്ടൻ്റെ പൈസ എല്ലാം കൊടുത്തിട്ട് നമ്മൾ റൈനോയിലേക്ക് കയറാൻ പോവുകയാണേ. ഇവിടെ എന്തുണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പോർക്ക് വിഭവങ്ങളാണ് കേട്ടോ. പിന്നെ മീറ്റൊന്നും ഞാനിവിടെ അങ്ങനെ കണ്ടിട്ടില്ല. ചിക്കൻ വിഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ ഞാൻ ഈ പോർക്കും മീറ്റും ഒന്നും അങ്ങനെ കഴിക്കാറില്ല. ചിക്കൻ എന്തെങ്കിലും ഫ്രൈഡ് റൈസോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും കാണും, അത് നമുക്ക് കഴിക്കാം. പിന്നെ ഇതിൻ്റെ മുൻവശമൊക്കെ കാണാനായിട്ട് നല്ല വൈബുണ്ട് കേട്ടോ. വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആസാമിലെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വളരെ ശാന്തവും സൗമ്യവുമായിട്ടുള്ള അന്തരീക്ഷവും അവിടുത്തെ ജനങ്ങളും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ അകവും അങ്ങനെ തന്നെയാണ്, വളരെ സൗമ്യമായിട്ടുള്ള അന്തരീക്ഷം. ഒച്ചയും ബഹളവും ഒന്നുമില്ല. നമുക്ക് അകത്ത് കയറി നോക്കാം. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി കേട്ടോ. നല്ല ഭംഗിയുണ്ടാകും വശമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട്. അതിൻ്റെ അകത്തൊക്കെ 1-2 പേരൊക്കെ ഉണ്ട് കേട്ടോ. ഇനി സമാധാനമായിട്ട് നമുക്കിരിക്കാം. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ ഞങ്ങൾ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഫ്രണ്ട് വശത്തൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനും ഊഞ്ഞാലാടാനൊക്കെ പറ്റും. അങ്ങനെ അപ്പോഴാണ് ഒരു ഊഞ്ഞാൽ കണ്ടത്. നാട്ടിൽ പോകണമല്ലോ ഇനി ഊഞ്ഞാലാടണമെന്നുണ്ടെങ്കിൽ, എന്നാൽ കുറച്ച് ഊഞ്ഞാലാടിയേക്കാന്ന് ഓർത്തു. ശേഷം നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി കേട്ടോ. നോക്കിക്കേ, വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്ത് ഭംഗിയാണ് ആകാശമൊക്കെ കാണാനായിട്ട്. ആ സൂര്യൻ്റെ ഇളം വെയിലും വല്ലാത്തൊരു വൈബാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി അടുത്ത ടംടം നോക്കി നിൽക്കുവാണേ. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കാം. ഓക്കേ.